ഇത് കണ്ടോ, ഇന്ന് ഞങ്ങൾക്കൊരു പൊതിച്ചോറ്, ഇലയിലൊരു പൊതിച്ചോറ് കഴിക്കണം എന്നൊരാഗ്രഹമായി. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഇല ഇങ്ങനെ കിട്ടാനില്ല, എല്ലാ സമയത്തും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ ഫ്രണ്ട് ഉണ്ട്, അവരുടെ വീട്ടിൽ വാഴയുണ്ട്. അപ്പോൾ അവരോട് രാവിലെ തന്നെ ചോദിച്ചു, ഒരു 3-4 ഇല തരുമോ എന്ന് ചോദിച്ച് അവർ ഇല തന്നു. അപ്പോൾ ആ ഇല വാങ്ങി വെച്ച്, സാധാരണ ഞാനാണ് ഇല ആക്കുന്നതും ചോറുണ്ടാക്കുന്നതും കൂട്ടാനുകൾ ഉണ്ടാക്കുന്നതും പൊതിച്ചോറ് കെട്ടുന്നതും. എന്നിട്ട് പൊതിച്ചോറ് മേശപ്പുറത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മേലെ പേരെഴുതി വെക്കും ഓരോരുത്തരും. എന്നിട്ട് ഓരോരുത്തർ ആ സമയമാകുമ്പോൾ എടുത്ത് തുറന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ മോളോട് പറഞ്ഞു, നീ ഒന്ന് കെട്ടി വെക്കൽ നീ ആയിക്കോ, ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാം, അതൊക്കെ കെട്ടി വെക്കൽ നീ ആയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആ ഇല കഴുകാൻ വേണ്ടിയതാ ഏപ്രൺ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ, ഏപ്രൺ കിട്ടിയിട്ടുണ്ട്. കുട്ടി ഏപ്രൺ കിട്ടിയിട്ടുണ്ട്, ഇല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വാഷ് ബേസിൻ്റെ അടുത്ത് നിന്ന് ഇല കഴുകുന്ന കാഴ്ചയാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല കഴുകിയിട്ടുണ്ട്, ഒരില കഴുകിയിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ പിടിക്കുന്ന തോന്നുന്നു ഓരോരോ ഇലകൾ കഴുകി ഒക്കെ ഇതാക്കാൻ. അടുത്ത ഇലയും കൊണ്ട് വരുന്നുണ്ട്. ഇതാണ് അടുത്ത ഇല. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു നാട്ടിൽ നിന്നൊക്കെ, പക്ഷേ ശീലമില്ല കേട്ടോ, ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇവർക്ക് ശീലമില്ലാത്ത കാര്യമാണ്. നമ്മളൊക്കെ വാഴേൻ്റെ അവിടെ നില മുറിക്കുകയും, അപ്പോൾ അന്ന് പൈപ്പൊന്നുമില്ല, അവിടെ ഉള്ള വെള്ളത്തിൽ നിന്ന് കിണറ്റിൻ്റെ കരയെന്നോ അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഇല കഴുകി കൊണ്ടേ വെക്കുന്നതും ഇല വാട്ടി പൊതിച്ചോറ് കെട്ടുന്നതൊക്കെ ഒരു സാധാരണ സംഭവമായിരുന്നു അന്ന്. അമ്മമാർക്കും അറിയാം, കുട്ടികൾക്കും അറിയാം, എല്ലാവർക്കും എങ്ങനെ ചെയ്യേണ്ടതെന്ന് അന്ന് അറിയുന്നതായിരുന്നു. ആ ഇലയും കഴുകിയെടുത്തോന്ന് മാത്രമേ പറയുള്ളൂ. ഇപ്പോൾ ഇവർക്ക് 100 ചോദ്യമാണ്, അമ്മ ആ ഇല ഇങ്ങനെ കഴുകണോ, അങ്ങനെ കഴുകണോ, പിന്നെ ഈ കല കളയണോ മറ്റേ കളയണോ എന്നൊക്കെ ചോദിച്ചിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരോട് ഇല കീറിപ്പോകരുത്, കീറിപ്പോയാൽ നമുക്ക് വേറെ ഇലയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം കുട്ടി ഉരച്ച് തേച്ച് ഇല കഴുകുന്ന കാഴ്ചയാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇലയിൽ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടുന്ന ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് എല്ലാവരെയും കാണിക്കാം. ഇപ്പോൾ ഈ ഇല കഴുകൽ മഹോത്സവത്തിൻ്റെ പകുതി ഭാഗം എത്തിയിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും പിന്നീട് കാണിക്കാം. അതാ കണ്ടോ. ഓക്കെ.